بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ എപ്പോഴും നടത്താം. പക്ഷെ ഔദ്യോഗികമായി അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആദ്യ 10 തേടുക എന്ന നിലയിൽ 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കിട്ടി രക്ഷപ്പെടുന്ന പട്ടികയിൽ നമ്മെ എല്ലാം അവന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യം കിട്ടാത്ത ആളുകളുണ്ട്, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പള്ളിയിൽ വന്ന് ദുന്യവിയായ കാര്യങ്ങൾ സംസാരിച്ച് ബഹളം കൂട്ടുകയാണെങ്കിൽ അവർക്ക് അള്ളാഹിന്റെ കാരുണ്യം കിട്ടൂല. കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് പള്ളിയിൽ വരുന്നത്. പള്ളിയിൽ ഒന്നുകിൽ ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലെങ്കിൽ ഇൽമു പറയുന്ന ശബ്ദം, ഇതല്ലാതെ കേൾക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. പൊതുവെ അധികമായി അന്യായമായി സംസാരിക്കുക എന്നുള്ളത് തന്നെ കത്റത്തുൽ കലാമി തുമീത്തുൽ ഖുലൂബാന, ഹൃദയത്തെ ശവമാക്കി മാറ്റും. ഹൃദയം ശവായാൽ പിന്നെ ഇബാദത്തുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കൂല, പ്രാർത്ഥനകളൊന്നും അല്ലാഹു അംഗീകരിക്കൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ പ്രത്യേകിച്ച് ഗീബത്ത്, നമീമത്ത്, കദിബ്, അലാ ലഅനത്തുല്ലാഹിൽ കാദിബീൻ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ 4 ആളുകൾ 2 ആളുകൾ കൂടിയിരുന്നാൽ പിന്നെ ഇങ്ങനെ ദുന്യവിയായ കാര്യങ്ങൾ അന്യായമായും ആവശ്യമില്ലാതെയും സംസാരിച്ചിങ്ങനെ പെരുകും. എന്നിട്ട് പിന്നെ ഖുർആൻ ഓതും ചെയ്യും, പിന്നെയും സംസാരിക്കും. അതൊക്കെ നമ്മൾ ഖുർആനത്തിനെ നിർവീര്യമാക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ദുആ ചെയ്യുന്ന, ദിക്റിലിരിക്കുന്ന, ഫിക്റിലിരിക്കുന്ന ആളുകളെ ഇടങ്ങറാക്കും കൂടിയാണെങ്കിൽ ഇത് ആദ്യം എന്നോടും ഇവിടെ സ്ഥിരമായിട്ടുള്ള മുത്തഅല്ലിമീങ്ങളോടോ പറയണത്. നമ്മളിങ്ങനെ കുട്ടികളെ ചെറിയ കുറെ കുട്ടികളുണ്ട്. നിങ്ങളെ വീട്ടില് 7-8 കുട്ടികളുണ്ടെങ്കിൽ വലിയ വീടാണെങ്കിലും അവരവിടെ വെച്ച് പോറ്റ എത്ര പ്രയാസം ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ കുട്ടികളാണ്. ഒരു 7-8 കുട്ടികളുണ്ടെങ്കിൽ എന്താ വീട്ടിലെ അവസ്ഥ? നിയന്ത്രിച്ചാൽ കിട്ടൂല. എന്നാ ഇവര് 10-40 കുട്ടികളെ അടുത്തുണ്ട്. അതാണെങ്കിലും 40 സ്വഭാവമാണ് ഈ കാരണം. അപ്പൊ ആ നിലക്ക് അവരെ അടുത്ത് എന്തെങ്കിലും അവിവേകമോ ശബ്ദം കൂടുതലുണ്ടെങ്കിൽ എന്നോട് പറയണം ഇൻഷാ അല്ലാഹ്. ഞാനപ്പോ അവരെ എന്നെയാണ് ആദ്യം പറയുന്നത്. വെറുതെ ഇങ്ങനെ സംസാരിക്കുക, പള്ളിയിൽ വന്നിട്ട് ഖുർആൻ ഓതാതിരിക്കുക, ഓതുന്ന ആൾക്കാരെ സ്വീപ്പാക്കുക, അതൊന്നും നമ്മളിൽ ഉണ്ടാവരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഹൃദയം ശവായാൽ പിന്നെ ഒന്നും അങ്ങോട്ട് യേശൂല. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് ഉദ്ബോധനവും ഉപദേശവും ഒക്കെ ഫലവത്താവുകയുള്ളൂ. ഈമാൻ പോയാൽ പിന്നെ മയ്യത്തിന് ഇഞ്ചക്ഷൻ അടിക്കും പോലെ ആയിരിക്കും. ഇഞ്ചക്ഷൻ അടിച്ചാൽ രോഗം മാറും, വേദനക്ക് ശമനം ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷെ ജീവൻ ഉണ്ടാവണം, എന്നാലേ ഇഞ്ചക്ഷൻ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അതേപോലെ ഹൃദയം അല്പെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ഔഷധമായിട്ട് കയറിക്കോളും. ഉണങ്ങിക്കിടക്കുന്ന ഹൃദയം സജീവമാവും. പക്ഷെ ഈമാൻ ഉണ്ടാവണം. അള്ളാഹു ഈമാൻ പരിപോഷിച്ച് കൂടുതൽ പരിരക്ഷിച്ച് പ്രകാശിപ്പിച്ച് ആ ഈമാനിന്റെ അവസ്ഥയിൽ സായുജ്യമടഞ്ഞ് മരിക്കണ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിന് പറ്റുന്ന 10 അതിന്റെ മധ്യഭാഗവും പിന്നിട്ട് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ മനസ്സിരുത്തിയിട്ട് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, മനസ്സിരുത്തിയിട്ട് എപ്പോ ദ്വാരുന്നാലും കിട്ടും. മനസ്സാണ് അള്ളാഹ്ക്ക് വേണ്ടത്, വാചകടിയല്ല. നല്ല പ്രാസഭാഷയിൽ ഇങ്ങനെ മലയാളത്തിൽ ഒപ്പിച്ച് ദ്വാരുന്നിട്ടും കാര്യമില്ല. കൽബിന്റെ ഉള്ളിലാണ് പോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ ആ ദിവസം കഅബ ഇങ്ങനെ ത്വാഫ് ചെയ്യാൻ. ആ ത്വാഫ് ചെയ്യുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ ഒരു ബദുണ്ട്. അയാൾക്ക് ഒരു ഇൽമ് എന്ന് പറഞ്ഞില്ല, ഒന്നുമില്ല. ഒറ്റ ഇൽമ അദ്ദേഹത്തിനുള്ളൂ. അല്ലാഹു വല്യവനാണ് എന്നൊരു ഇൽമുണ്ട്. ഇനി ത്വാഫിന്റെ ഇടയിൽ എന്താണ് ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത്, ഇതും കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. എല്ലാരും ഇങ്ങനെ ത്വാഫ് ചെയ്യുന്ന സമയത്ത് മൂപ്പരിങ്ങനെ ത്വാഫ് ചെയ്യുമ്പോ മൂപ്പരിങ്ങനെ പറയണ്ട് യാ റഹീം യാ റഹീം യാ റഹീം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോ ത്വാഫിന്റെ ഇടയിൽ ഉള്ള ദിക്റൊന്നുമല്ല. അയാൾക്ക് യാ റഹീം എന്ന് പറയാനേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അതും ചൊല്ലി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അയാളിങ്ങനെ കണ്ണൊക്കെ മേപ്പിട്ടടിച്ചിട്ട് കൽബൊക്കെ പടിഞ്ഞിട്ട് യാ റഹീം യാ റഹീം എന്നിങ്ങനെ പറയുമ്പോ ബാക്കിൽ പോയിട്ട് ഒരാള് അമീൻ അമീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് അങ്ങനെ ഈ സൗണ്ട് കേട്ടപ്പോ തോന്നിയപ്പോ നല്ല വെളുവെളുത്തൊരു സുന്ദരനായ മനുഷ്യനാണ്. ഈ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് ഇയാൾക്കറിയാം, പക്ഷെ ആരാന്നറിയില്ല.
കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആമീന്ന് പറയണ്ട വേക്കുന്നു. അപ്പൊ ഇയാള് തിരിഞ്ഞോക്കിട്ട് പറഞ്ഞു, വല്ലാതെ കളിയാക്കാൻ നിൽക്കണ്ട, എനിക്ക് ദുആ അറിയാത്തോണ്ട് ആമീൻ പറഞ്ഞിട്ട് പരിഹസിക്കണല്ലേ, അങ്ങനൊന്നും കളിയാക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് വിവരം ഉണ്ടാ, എനിക്ക് വിവരമില്ല, അവിടെ ഇന്നെ കളിയാക്കണല്ലേ എന്ന് വെച്ചു. ഇനി എങ്ങാനും ആമീൻ പറഞ്ഞിട്ട് എന്നെ, ഇയാള് മനസ്സിലാക്കിയത് അതാണ്, ഇയാള് കളിയാക്കണെന്ന് മനസ്സിലാക്കി. ഇനി എങ്ങാനും ആമീൻ പറഞ്ഞിട്ട് എന്നെ പരിഹസിച്ചാൽ ഈ ത്വാഫ് ചെയ്യണ കൂട്ടത്തിൽ മുഹമ്മദ് നബി ഉണ്ട്, ഞാൻ പറയും, പറഞ്ഞാ പിന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ ആമീൻ പറയരുത് എന്ന് പറഞ്ഞു. അപ്പോ ഇയാളങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, ആ മുഹമ്മദ് നബി ഞാനാന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി റസൂലല്ലാഹ്. നീ കംപ്ലൈന്റ് പറയുന്ന പറഞ്ഞില്ലേ, ആ മുഹമ്മദ് നബി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അല്ലാ മുത്തുനബി നിങ്ങളെന്താ ഈ ആമീൻ പറയണെന്ന് വെച്ച്, ഈ യാ റഹീം കൽബിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞില്ലേ, അത് ഏഴാനാകാശത്തിന്റെ അപ്പുറത്തും എത്തിയിട്ടുണ്ട്, എത്തേണ്ട എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. നിന്റെ യാ റഹീം എന്ന ഈ ഇസ്മ നീ മനസ്സ് ഉരുകിയിട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ആമീൻ പറയാൻ ആകാശം മുട്ടേ മലക്കുകൾ കോടാനക്കോടി അണിനിരന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ ഞാനും ആമീൻ പറഞ്ഞതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യാ റഹീം എന്ന് ഒറ്റവട്ടം വിളിക്കുമ്പോ മലക്കുകൾ കോടാനക്കോടി ആമീൻ പറയാണ്. അപ്പൊ നമ്മളൊക്കെ മനസ്സറിഞ്ഞിട്ട് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നാണ് പറയുമ്പോ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുകച്ചിലോട് കൂടി ആകുമ്പോ എത്ര മലക്കുകൾ അതിന് ആമീൻ പറയാ. മലക്കുകൾ ആമീൻ പറഞ്ഞാൽ ദ്വാ റെഡിയാണ്, പിന്നെ തട്ടുന്ന പ്രശ്നമില്ല. അങ്ങനെ മലക്കള് തെറ്റ് ചെയ്യൂല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ എന്നാണ്, അവര് തെറ്റ് ചെയ്യൂല. അപ്പൊ മനസ്സിരുത്തിയിട്ട് നമ്മളിങ്ങനെ, ഇത് നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലാം. ഞാൻ ഈ റമളാന്റെ ആദ്യത്തില് പറഞ്ഞിരുന്നു, ചുരുങ്ങിയത് ആദ്യത്തെ 10 കഴിയുന്നതിന് മുമ്പ് ഒരു 10,000 തവണയെങ്കിലും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീന്ന് മനസ്സറിഞ്ഞ് ചെല്ലിയാൽ പിന്നെ റഹ്മത്ത് നമുക്കല്ലാതെ ആർക്കുള്ളതെന്ന്, പിന്നെ ആർക്കായി റഹ്മത്ത് കിട്ടുക? അത് നിങ്ങള് ഓട്ടോറിക്ഷയിൽ പോവുകയാണെങ്കിലും, ടൂ വീലറിൽ പോവുകയാണെങ്കിലും, കാറിൽ പോവുകയാണെങ്കിലും, ബസ്സിൽ കയറി പോവുകയാണെങ്കിലും, ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലും, നടക്കുകയാണെങ്കിലും ഒക്കെ ചെല്ലാലോ മനസ്സറിഞ്ഞിട്ട്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. കൽബിലെ താപം കണ്ടു വരണം, ഒരു പുകച്ചിലും ഒരു ചൂടും കൊണ്ട് വരണം. അതാണ് അള്ളാഹ്ക്ക് ആവശ്യമുള്ളത്. വാചകടി അള്ളാഹ്ക്ക് ആവശ്യമില്ല, കൽബിന്നൊരു പുകച്ചിലും കണ്ടു വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഓരോ ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഓരോ ദുആ പഠിപ്പിക്കാറുണ്ട്. ഇന്ന് ദുആ ചെയ്ത് അല്ലാഹുമ്മ ലാ തഹ്ദുൽനി ബിതഅറുളി മഅസിയതിക. പടച്ചോനെ, എനിക്ക് എതിര് ചെയ്യുന്ന അവസ്ഥ എനിക്ക് നൽകി എന്നെ നീ അപമാനിതനാക്കല്ല റബ്ബേ. കാരണം വെള്ളം അല്ലാൻ്റെത്, അന്നം അല്ലാൻ്റെത്, ഓക്സിജൻ അല്ലാൻ്റെത്, താമസിക്കുന്ന ഭൂമി അല്ലാൻ്റെത്, മേലാപ്പ് ആകാശം അല്ലാൻ്റെത്, കഴിക്കുന്ന പച്ചക്കറി അല്ലാൻ്റെത്, രുചിക്കുന്ന ഫ്രൂട്ട്സ് അല്ലാൻ്റെത്. നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. എന്തെങ്കിലും ഒന്നുണ്ടോ? ഒന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഒന്ന് അള്ളാഹ്ക്ക് പിൻവലിക്കാൻ പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. അങ്ങനെ ആകുമ്പോ ഇതൊക്കെ തിന്ന് അനുഭവിച്ച് ആരോഗ്യം അള്ളാൻ്റെതാകുമ്പോ പിന്നെ അള്ളാഹ്ക്ക് എതിര് ചെയ്യാന്ന് പറഞ്ഞാൽ അപമാനല്ലേ, നിന്ദ്യതല്ലേ. അപ്പൊ അതുകൊണ്ട് അല്ലാഹുമ്മ ലാ തഖ്ദുൽനി ബിതഅറുളി മഅസിയതിക, നിനക്ക് എതിര് ചെയ്യാൻ എനിക്ക് അവസരം നൽകി എന്നെ നീ നിന്ദ്യനാക്കല്ല റബ്ബേ, അപമാനിതനാക്കല്ല റബ്ബേ. വലാ തദ്രിബിനി ബിസിയാതി നിഖമതിക, നിന്റെ അദാബിന്റെ ചാട്ടവാർ പ്രഹരം എനിക്ക് നീ നൽകല്ല അല്ലാഹ്. അള്ളാന്റെ അദാബിന്റെ ഒരു ചാട്ടവാറുണ്ട്, അത് എടുത്താ പിന്നെ കുഴങ്ങിയത് തന്നെ. പല രൂപത്തിലും വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിനക്ക് ദേഷ്യമുണ്ടാകൽ എന്തൊക്കെയാണോ കാരണങ്ങൾ, ആ കാരണങ്ങളെ തൊട്ട് എന്നെ നീ മാറ്റി നിർത്തണേ അല്ലാ. യാ മുന്തഹാ റഗ്ബത്തിർ റാഗിബീൻ, എല്ലാ ആഗ്രഹങ്ങളുടെയും അറ്റമായ അല്ലാ, ആഗ്രഹിക്കുന്നവരുടെയും അങ്ങേയറ്റത്തെ ആത്യന്തിക ആഗ്രഹമായ ലക്ഷ്യമായ അല്ലാ. നമുക്ക് എല്ലാത്തിനും അല്ലല്ലേ ഉള്ളു. ബാക്കി ആര് എന്ത് ചെയ്താലും അതൊക്കെ അല്ല അവരിലൂടെ ചെയ്യിക്കുന്നതല്ലേ, വേറെ ആർക്കൊന്നുമില്ലല്ലോ. അല്ലല്ല മുഖല്ലിബുൽ ഖുലൂബ്, അള്ളാഹിന്റെ കയ്യിലല്ലേ എല്ലാ മന്ത്രിമാരുടെയും രാജാക്കന്മാരുടെയും എല്ലാ മേലാളന്മാരുടെയും ഹൃദയം അവന്റെ കസ്റ്റഡിയിലാണ്. അപ്പൊ അവനോടാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഏത് ആളുകൾ ആഗ്രഹിക്കുകയാണെങ്കിലും എന്ത് ലക്ഷ്യം വെക്കുകയാണെങ്കിലും അതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യവും ആത്യന്തിക ആഗ്രഹത്തിന്റെ അറ്റവും അത് അല്ലാഹുവാണ്. യാ മുന്തഹാ
റഗ്ബത്തിർ റാഗിബീൻ. മോഹിക്കുന്നവരുടെ ആഗ്രഹിക്കുന്നവരുടെ അറ്റമായ അല്ലാഹ്, നിന്റെ ദേശത്തിന് വഴിയൊരുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണേ അല്ലാഹ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പടച്ചവനെ, ഇരുന്നതും പകർന്നതും നുകർന്നതും കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിനക്കുള്ള ദിക്റിന് ഫിക്റിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. നിഅമത്തിൽ ശുക്ർ ചെയ്യാനും മുസീബത്തിൽ സബർ ചെയ്യാനും എല്ലാ ഹാലിലും നിനക്ക് ഖൽബ് തുറന്ന് ദിക്ർ ചൊല്ലാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ദേശത്തിന് പാത്രമാവാൻ കാരണമായി എന്തെല്ലാം ഉണ്ട് അതിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹൃദയം ശവപ്പറമ്പിലാകുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഓരോ ദിവസങ്ങളിലും ദിക്റിന് ഫിക്റിനുള്ള സൗകര്യവും തൗഫീഖും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയ നിഅമത്തുകൾ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യണേ അല്ലാഹ്. അതിന് ശുക്ർ ചെയ്തുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രഥമ 10 മധ്യഭാഗവും പിന്നിട്ട് 6-ാം നോമ്പിലാണ്. നിന്റെ റഹ്മത്തിനെ തൊട്ട് മാറ്റി നിർത്തപ്പെടുന്ന ദുർഭാഗ്യത്തിൽ പെടുത്തല്ല അല്ലാഹ്. നിന്റെ റഹ്മത്തിനാൽ പൊതിയപ്പെട്ട് രക്ഷപ്പെടുന്ന പട്ടികയിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്, ഖുവത്ത് നൽകണേ അല്ലാഹ്, തുമഅനീനത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, ആരോഗ്യത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, കൃഷിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളിൽ, കുടുംബങ്ങളിൽ, ഉറ്റവരിൽ, അയൽവാസികളിൽ, കൂട്ടുകാരിൽ, നാട്ടുകാരിൽ, വീട്ടുകാരിൽ നിന്റെ സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. രോഗികളുണ്ട്, ശമനം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അസഹ്യമായ പരീക്ഷണ പ്രതിസന്ധി തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നീ ഹബീബിന്റെ ജിവാറിൽ അൽ ഫിർദൗസുൽ അലയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കത്തിക്കാളുന്ന നാരകീയ ജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ച ആരുമില്ലാത്ത 6 അടിയിൽ കഴിയുന്ന ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, അയൽവാസികളുണ്ട്, കുടുംബക്കാരുണ്ട്, വിശിഷ്യ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും നീ